അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇത് എത്ര അളവുണ്ടെന്ന് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളിപ്പോൾ അളന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അളന്ന് നോക്കാൻ തൽക്കാലം മെഷറിംഗ് ജാറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പഴയ ബോട്ടിലോട്ട് തന്നെ ഒഴിച്ച് ഈ മാർക്കിങ്സിലൂടെ എത്ര അളവുണ്ടെന്ന് അറിയാനാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന നേരത്ത് കുറച്ച് ഓയിൽ അവിടെ ഇവിടെയായിട്ട് സ്പില്ലായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഓയിൽ ഫിൽറ്ററൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത്ര ബാക്കിയുള്ള ഈ ഓയിൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് അളന്ന് നോക്കാം എത്രമാത്രം ഇതിൽ ബാക്കിയുണ്ടെന്ന്. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത ഓയിൽ മൊത്തം ഈ ക്യാനിലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇതിലിപ്പോൾ ഒരു 800 ml അടുപ്പിച്ച ക്വാണ്ടിറ്റി ഉള്ളൂ. നമ്മൾ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 1200 ml ആണ്. അപ്പോൾ ഒരു 400 ml കുറവുണ്ട്. അപ്പോൾ അങ്ങനെ കുറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത സമയത്ത് അങ്ങുങ്ങായിട്ട് കുറച്ച് സ്പില്ല് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ പോയി. പിന്നെ നമ്മൾ ഇതിന്നാണ് ഇതിലോട്ട് ഡ്രെയിൻ ചെയ്തത്. അപ്പോൾ ഡ്രെയിൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ക്യാനിൻ്റെ ഹോളിൻ്റെ കാര്യം മറന്നുപോയി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നൂത്ത് വയ്ക്കാൻ നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇത്രയും ഓയിലൊക്കെ സ്പില്ലായത്. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കത്തേണ്ട പ്രശ്നമൊന്നുമില്ല. കാരണം ഓയിൽ എന്തായാലും ഒരു 1100 ml പുറത്തുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഓയിൽ എന്തായാലും ബാനോട്ടായി തീരും. കാരണം ഞാനൊരു 6000 കിലോമീറ്റർ അടുപ്പിച്ച് ഈ ഓയിലിട്ട് ഓടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ആ സ്പില്ല ഓയിലൊത്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ വീഡിയോ ഒന്ന് റെക്കോർഡായിട്ടില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ സ്പോട്ടിൽ തന്നെ വന്നിന്ന് ഒന്നുകൂടെ വീഡിയോ എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇതേപോലെ കൂടുതൽ കണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.